ഈ ഊണ് കഴിക്കണ വരെയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലുള്ളത്. സമയം 9:30 മക്കള് രണ്ടുപേരും സ്കൂളിൽ പോയി. ചേട്ടൻ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പം ഞാൻ കിച്ചൺ വേസ്റ്റ് കളയാൻ വേണ്ടി താഴെ പോവാണ് കേട്ടോ. ബേണബിള്, നോൺ ബേണബിള്, പ്ലാസ്റ്റിക്, ക്യാൻസ്, കാർഡ്ബോർഡ് എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കൊണ്ടുപോയി കളയാൻ. വേസ്റ്റ് കളയുന്ന സ്ഥലം വരെ അത്രയും നീറ്റാണ്. ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത ഐറ്റം ദേ പുറത്ത് കൊണ്ട് വെച്ച് പോയിട്ടുണ്ട്. വേറെ ഏതെങ്കിലും കൺട്രിയിൽ ഇതേപോലെ വിശ്വസിച്ച് വെക്കാൻ പറ്റുമോ? രണ്ടാളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കളയുടെ അവസ്ഥ ഇതാണ് കേട്ടോ. എനിക്ക് പാത്രം കഴുകണമെങ്കിൽ പ്രത്യേകിച്ചും എന്തെങ്കിലും ഒച്ചയനക്കൊക്കെ വേണം കേട്ടോ. അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ വെക്കും. ജിക്കും കിച്ചും ചോദിക്കും, അമ്മ എന്തിനാ വീഡിയോ വെച്ചിരിക്കണം, അമ്മ കാണുന്ന പോലെ ഇല്ലല്ലോ എന്ന്. പക്ഷെ എനിക്ക് ആ ഒരു ഒച്ചയനൊക്കെ ഇല്ലെങ്കിലുണ്ടല്ലോ പാത്രം കഴുകാനൊക്കെ പ്രത്യേകിച്ചും ഭയങ്കര മടിയാണ്. കഴുകിയ പാത്രം വേഗം തന്നെ തുടച്ച് മാക്സിമം അകത്തേക്ക് വെക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ കിച്ചണിലെ വല്ലാത്തൊരു ബഹളം കുറഞ്ഞു കിട്ടും. ഇനി നമുക്ക് ഉച്ചക്കേക്ക് ഒരു കറി കൂടി ഉണ്ടാക്കാനുണ്ട്. ഇൻസ്റ്റാഗ്രാം തുറന്നാൽ എപ്പോഴും കാണുന്ന ഒരു കറിയാണ് കേട്ടോ. ബ്രിഞ്ചാള് നല്ല വട്ടത്തിൽ കുറച്ച് കനത്തിൽ അരിഞ്ഞിട്ടുണ്ട്. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് മസാല പുരട്ടിയിട്ട് നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് നല്ല കട്ടിയുള്ള തൈര് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. വഴുതനങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട്. അത് തൈരിലേക്ക് ചേർത്ത് മിക്സ് ആക്കി കൊടുക്കുക. തൈരിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ചെറിയ പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് കടുക്, ജീരകം, കറിവേപ്പില, ചെറിയുള്ളിക്ക് പകരം സവോളയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇത്തിരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. നാട്ടിൽ നിന്ന് പപ്പടം കൊണ്ടുവന്നിട്ടേ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് എടുത്തിട്ട് വറുത്തെടുക്കാം കേട്ടോ, നന്നായിട്ട് വരും. ഊണ് ഓൾമോസ്റ്റ് റെഡിയായി. അപ്പോഴാണ് കൊണ്ടാട്ടം മുളകിന്റെ കാര്യം ഓർമ്മ വന്നത്. അത് എയർ ഫ്രയറിലിട്ട് വറുത്തെടുത്തു കേട്ടോ. ഞാനങ്ങനെ ജപ്പാനിൽ വന്നിട്ട് 10 വർഷം തികഞ്ഞു കേട്ടോ. അപ്പൊ ഇവിടുത്തെ സിമ്പിൾ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് വ്ളോഗ്സിലൂടെ കാണിക്കാൻ ശ്രമിക്കാറ്. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.